സുബൈന്റെ മുമ്പ് കൂഫ പള്ളിയിൽ കുറെ ആളുകൾ വട്ടം കുഴി കുഴിച്ചിരിക്കുന്നു. കപ്പിറൂമിയ, ഹല്ലിലൂമിയ, സബ്ബിയൂമിയ എന്നിങ്ങനെ പറയും. എന്നിട്ട് ഒരാൾ അത് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവര് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ഒരു കല്ലക്കുഴിയിൽ വേറൊന്നുമില്ല, സുബ്ഹാനല്ലാഹ് ചെല്ലുന്നത്. അബൂ മൂസൽ അശ്അരി ഇത് കണ്ടിട്ട് ദേഷ്യം പിടിച്ചിട്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദിന്റെ അടുത്തേക്ക് പോവുകയാണ്. സുബ്ഹാനല്ലാഹ് കേട്ടിട്ടല്ല ചൂടായത്. പിന്നെ നബി പഠിപ്പിക്കാത്തൊരു കൈഫിയത്ത്, നബി പഠിപ്പിക്കാത്തൊരു എണ്ണം, നബി പഠിപ്പിക്കാത്തൊരു സമയം. അപ്പൊ അബ്ദുല്ലാഹിബ്നു മസ്ഊദിന്റെ അടുത്ത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദാ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ദിക്റുൽ ഹൽഖ നടക്കുന്നുണ്ട്, നബി അങ്ങനെ ഒരു രൂപം പഠിപ്പിച്ചിട്ടില്ല, വലിയ അപകടമാണ് കണ്ടിട്ട്. അപ്പൊ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ചോദിക്കാണ്, സുബ്ഹാനല്ലാഹ് അല്ലേ, അൽഹംദുലില്ലാ അല്ലേ, ആയിവിടുത്തേന്നാ? അല്ല, അദ്ദേഹം നല്ല സെൽഫി ആയിരുന്നുകൊണ്ട്, റസൂലിൽ നിന്ന് ദീന് പഠിച്ച ആളായതുകൊണ്ട് അവരുടെ പാപങ്ങൾ അവരോട് എണ്ണാൻ പറഞ്ഞുകൂടായിരുന്നോ ഈ ജാതി ഒരു ബിദ്അത്ത് ചെയ്യുന്നതിന് പകരം? എന്നിട്ട് അദ്ദേഹം ആ ദിക്റുകൾക്ക് നടക്കുന്ന ഒരു ടീമിന്റെ അടുത്തേക്ക് അടിച്ചു ചെന്നു. സലാം പറഞ്ഞു, അവര് സലാം മടക്കി. കാരണം ഒരു ഭയങ്കര ബഹുമാനിക്കുന്ന ആളാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ്. അപ്പൊ അവരോട് ചോദിച്ചു, യാ ഉമ്മത്ത മുഹമ്മദ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ചോദിക്കാൻ, യാ ഉമ്മത്ത മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് എങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? അള്ളാഹുവിന്റെ റസൂൽ മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഗന്ധം അന്തരീക്ഷത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടില്ല, അദ്ദേഹത്തിന്റെ പാത്രങ്ങൾ കേടുവന്നിട്ടില്ല, അദ്ദേഹത്തിന്റെ വസ്ത്രം നുരുമ്പിപ്പോയിട്ടില്ല, അപ്പോഴേക്ക് നിങ്ങൾ പിഴച്ചു പോയല്ലോ. അപ്പൊ ആ ടീം പറയാണ്, ദിക്ർ ഹൽക്കയുടെ ടീം, ഇത് നല്ലതല്ലേ, ഞങ്ങൾ നല്ലതല്ലാത്ത ഉദ്ദേശിച്ചിട്ടില്ല. ചരിത്രം എന്താ പറയണറിയോ? അവരെ മുഖത്ത് ചരൽ വാരി എറിഞ്ഞു എന്നൊരു റിപ്പോർട്ട്, ആ പള്ളി തന്നെ പൊളിച്ചു കളഞ്ഞു എന്ന് വേറൊരു റിപ്പോർട്ട്. മൂന്നാമത്തെ റിപ്പോർട്ട് എന്താ അറിയോ? ഈ അതിവാദക്കാര്, ഈ ബിദ്അത്തുകാര് അവസാനം ഖവാരിജുകളുടെ കൂടെ കൂടി യഥാർത്ഥ മുഅ്മിനീങ്ങൾക്കെതിരെ യുദ്ധം നയിച്ചു. ഇതാണ് ബിദ്അത്തിന്റെ ടീം. നിങ്ങൾ നോക്ക്, ഇന്നത്തെ ബിദ്അത്തിന്റെ ടീമിന് ഏറ്റവും ബന്ധം കേന്ദ്രമായിട്ടാണ്. ഇന്നത്തെ ബിദ്അത്തിന്റെ ടീം കണ്ടില്ലേ? നിങ്ങൾ നടന്ന് ഹജ്ജിന് പോയ ചങ്ങായിന്റെ ദുര്യോഗം കണ്ടോ? വെറുതെ ഉണ്ടായതൊന്നും അല്ല അത്. ആര് ബിദ്അത്ത് പുതുതായി ഉണ്ടാക്കിയോ ഓൻ ഇസ്ലാമിന്റെ ശത്രുവിനോട് ചേരുമെന്നത് ഇസ്ലാമിന്റെ ചരിത്രം.